الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. റബ്ബിൻ്റെ ഖുർആനും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സമ്പൂർണമായി ജീവിതത്തിൽ മുറുകെ പിടിച്ച് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈനംദിനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അതിലെ അനിവാര്യമായ രണ്ട് ഘട്ടങ്ങളാണ് രാവും പകലുമെന്നത്. നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജീവിതയാത്രയിൽ ഈ രണ്ടവസ്ഥകളും ഓരോ 24 മണിക്കൂറിനുള്ളിലും നമ്മൾ പിന്നിട്ടുകൊണ്ടേയിരിക്കും. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ രണ്ട് ഘട്ടങ്ങളും രാവും പകലും ജീവിതത്തിൽ ദീൻ പഠിപ്പിച്ചിട്ടുള്ള നിയതമായ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ച് ഉത്ബുദ്ധരാകേണ്ടുന്ന ആളുകളാണ്. പ്രകാശം, അതാണ് പകലിൻ്റെ കാരണം നമുക്കറിയാം. പ്രകാശത്തിൻ്റെ അസാന്നിധ്യമാണ് രാത്രിയുടെ കാരണമെന്നും നമുക്കറിയാം. പ്രകാശം എന്ത് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചപ്പോൾ ലോകത്തൊരുപാട് കണ്ടുപിടുത്തങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നോബൽ സമ്മാനങ്ങൾ വരെ ഇന്ത്യക്കാരന് ലഭിക്കാൻ കാരണമായി എന്ന് നമുക്കറിയാം. പക്ഷേ എന്താണ് പ്രകാശമെന്നത് ആത്യന്തികമായി വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും ശാസ്ത്രം ഇന്നും അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. പ്രകാശം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ അത്ഭുതകരമായ ഒന്നാണ്. അതുപോലെ തന്നെയാണ് ആ പ്രകാശത്തിൻ്റെ അസാന്നിധ്യമായിരിക്കുന്ന ഇരുട്ട് എന്നതും. ഇത് രണ്ടും പ്രകൃതിയിൽ റബ്ബിനെ മനസ്സിലാക്കാൻ വിശ്വാസികൾക്ക് സഹായകമാകുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ്. ഇതിൽ ഇരുട്ടുമായി ബന്ധപ്പെട്ട്, രാത്രിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പകല് പലപ്പോഴും നമ്മൾ ജോലി തിരക്കുകളിലാണ്, ഭൗതികമായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. പക്ഷെ രാത്രി സമയം റഹ്മാനായ റബ്ബ് വിശ്രമത്തിനു വേണ്ടി നമുക്ക് അനുവദിച്ചു തന്ന, ആരാധനകൾക്ക് വേണ്ടി നമുക്ക് അനുവദിച്ചു തന്ന, ജീവിതത്തിൽ നാളേക്കുള്ള സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അനുവദിച്ചു തന്ന രാത്രിയെ നഷ്ടപ്പെടുത്തുന്നവരിൽ പെട്ടുപോകുന്നു നമ്മൾ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചിന്തിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു 92ഓളം തവണ ആവർത്തിച്ച് പഠിപ്പിച്ചിരിക്കുന്ന, പരാമർശിച്ചിട്ടുള്ള ഒരു വിഷയമാണ് രാത്രി എന്നുള്ളത്. ഏകദേശം 57ഓളം തവണയാണ് പകലിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിനേക്കാളും കൂടുതൽ രാത്രിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിപ്രധാനമായ പരലോകവുമായി ബന്ധപ്പെട്ട, ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിന് മുമ്പേ അള്ളാഹു സത്യം ചെയ്തെടുത്ത് പറയാൻ പ്രത്യേകം ഉപയോഗിച്ചതിലും രാത്രിയെ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണം, വല്ലൈലി ഇദ് അദ്ബർ, അതേപ്രകാരം വല്ലൈലി ഇദാ യഗ്ഷാ,
വല്ലൈലി ഇദാ അസ്അസ് വല്ലൈലി വമാ വസഖ് വദ്ദുഹാ വല്ലൈലി ഇദാ സജാ വല്ലൈലി ഇദാ യസ്ർ എന്നിങ്ങനെ തുടങ്ങി. രാത്രി അത് മൂടുമ്പോൾ തന്നെയാണ് സത്യം എന്ന വിധത്തിൽ, രാത്രി അതിന്റെ ഇരുട്ടുമായി മുന്നോട്ട് ഗമിക്കുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട്, രാത്രി തന്നെയാണ് സത്യം അത് ശാന്തമാകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ ഇരുട്ടിന്റെ വ്യത്യസ്ത ഗുണങ്ങളെ മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് നിരവധി സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പരാമർശിക്കുന്നതായി കാണാൻ സാധിക്കും. ഈ രാത്രി സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം സൂറത്ത് ഫുർഖാനിലെ 62-ാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ തുടക്കത്തിൽ പാരായണം ചെയ്തിട്ടുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സൂറത്ത് ഫുർഖാനിൽ റബ്ബിന്റെ മഹത്വങ്ങൾ, ഇബാദുർ റഹ്മാന്റെ മഹത്വങ്ങൾ എടുത്തു പറയുന്ന ആ ഭാഗത്ത് അള്ളാഹു പരാമർശിക്കുന്നു. നോക്കൂ, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. റബ്ബിനെ പരിചയപ്പെടുത്തുകയാണ്. ആരാണവൻ? വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ, രാവിനെയും പകലിനെയും ഖിൽഫത്താക്കി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളവൻ. എന്താണ് ആ ഖിൽഫത്ത് എന്നതിന്റെ വിവക്ഷ? തഫ്സീറു തബ്രിയിൽ പ്രധാനമായി 2 തഫ്സീറുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ജഅല അഹദുഹുമാ ഖൽഫൻ ലിൽ ആഖർ, ഒന്നിന്റെ പിറകെ മറ്റേത് വരുന്ന എന്ന ചാക്രികമായ അതിന്റെ പ്രവാഹം എന്ന വിധത്തിൽ. രണ്ടാമത്തേത്, അന്ന കുല്ലു വാഹിദിൻ മിൻഹുമാ യഖ്ലിഫു സാഹിബഹു ഇദാ ദഹബ ഹാദാ ജാഅ ഹാദാ വഇദാ ജാഅ ഹാദാ ദഹബ ഹാദാ. ഒന്ന് പോയാൽ മറ്റേത് വരുന്ന വിധത്തിൽ, ഒന്നിന്റെ പിറകെ മറ്റേത് അതിനെ അനുഗമിക്കുന്നു എന്ന വിധത്തിൽ. മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇതിന് നൽകിയ വിശദീകരണം കാണാം. അസ്വദ് വ അബ്യദ്, ഒന്ന് ഇരുണ്ടതും മറ്റേത് പ്രകാശമാനം, ഒന്ന് വെളുത്ത ശോഭയുള്ളതും മറ്റേത് കറുത്ത് ഇരുണ്ടതുമായ, ഇങ്ങനെ 2 വ്യത്യസ്ത അവസ്ഥകളിൽ തുടർന്നു വരുന്ന ഖിൽഫത്തായ അവസ്ഥയിൽ നിങ്ങൾക്ക് വേണ്ടി രാവിനെയും പകലിനെയും നൽകി. എന്തിനു വേണ്ടി? ലിമൻ അറാദ അൻ യദ്ദക്കറ, അള്ളാഹുവിനെ ഓർക്കാൻ തയ്യാറുള്ളവൻ, അതിനുദ്ദേശിക്കുന്നവന് വേണ്ടി. ഔ അറാദ ശുക്കൂറ, അല്ലെങ്കിൽ അള്ളാഹുവിന് ശുക്ർ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി. പടച്ചവനോട് നന്ദി കാണിക്കാനും ശുക്ർ കാണിക്കാനും രാവിനെയും പകലിനെയും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം. പ്രവാചകന്മാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രാത്രിയുടെ സവിശേഷതകൾ നമുക്ക് ഒട്ടനവധി വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങളിൽ കാണാം. മഹാനായ മൂസ അലൈഹിസ്സലാം പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെടുന്ന സംഭവം സൂറത്തു താഹയിൽ അല്ലാഹു വിശദീകരിക്കുന്നുണ്ട്. കുടുംബത്തോടൊപ്പം മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിലാണ്. ഇതിനറാനാറൻ ഫഖാല ലി അഹ്ലിഹിം കുസൂ ഇന്നി ആനസ്തു നാറാ ലഅല്ലി ആതീകും മിൻഹാ ബിഖബസിൻ ഔ അജിദു അലൻ നാരി ഹുദാ. അകലെ അദ്ദേഹം ഒരു തീ കാണുകയാണ്. അപ്പൊ കുടുംബത്തോട് പറയാണ്, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാനതാ അകലെ ഒരു തീ കാണുന്നുണ്ട്. ഒന്നുകിൽ അവിടേക്ക് ചെന്നാൽ എനിക്കല്പം തീ കിട്ടും, വെളിച്ചം കിട്ടും, യാത്രക്കാവശ്യമായ അഗ്നി അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അവിടെ ചെന്നാൽ എനിക്ക് തെറ്റിപ്പോയ വഴി ഏതെന്ന് എനിക്ക് കൃത്യമായ വഴിയെക്കുറിച്ച് അറിവ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കീനെന്ന് പറഞ്ഞ് അദ്ദേഹം യാത്ര മുന്നോട്ട് നീങ്ങുകയും അങ്ങനെയാണ് മുന്നോട്ട് കടന്നു ചെന്നപ്പോ ഒരു വിളി കേൾക്കുന്നത്, ചെരുപ്പഴിച്ചു വെക്കൂ, താങ്കൾ പരിശുദ്ധമായ തുവാ താഴ്വാരിയിലാണ്, ഞാൻ താങ്കളെ പ്രവാചകനായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂസാ അലൈഹിസ്സലാമിന് പ്രവാചകത്വം നൽകപ്പെടുന്ന സംഭവം രാത്രിയിലാണത് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നിരവധി വരുന്ന മുഅ്ജിസത്തുകളിൽ ഒന്നായ ഇസ്രാ മിഅ്റാജ് സംഭവം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. നമുക്കറിയാവുന്ന ചരിത്രമാണ്. തന്റെ അടിമയെ അള്ളാഹു രാപ്രയാണം നടത്തിച്ച സന്ദർഭം, തന്റെ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങകലെയുള്ള മസ്ജിദുൽ അഖ്സയിലേക്ക് അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാപ്രയാണം നടത്തിച്ച സംഭവം, ഇസ്രാ മിഅ്റാജ് സംഭവം രാത്രിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. നിരവധി പ്രവാചകന്മാരുടെ ജീവിത യാത്രയിൽ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ നമുക്ക് കാണാം. അവരൊക്കെ ജീവിതത്തിൽ സ്വീകരിച്ചൊരു കാര്യം രാത്രിയെ ഉപയോഗപ്പെടുത്തി എന്നതാണ്.
ആ ഉപയോഗപ്പെടുത്തുന്നതിന്റെ കൃത്യമായ രീതി പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു. ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ, അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ വേണ്ടിയായിരിക്കും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ഗണ്യമായ നേർപകുതി എന്ന് പറയാം, പക്ഷെ ആ നേർപകുതിയിൽ ഉപയോഗപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന രാത്രിയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും ജോലി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പുറത്തിറങ്ങി പോവുക, വൈകി വീട്ടിലേക്ക് തിരിച്ചു വരിക പലരുടെയും ശീലമാണ്. മാറണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ച് പിതാക്കളുടെ വീട്ടിലെ സാന്നിധ്യം അതേറെ സഹായകമാണ്. ജോലി കഴിഞ്ഞാൽ നേരെ കുടുംബത്തിന്റെ അടുക്കൽ വീട്ടിലെത്തിച്ചേരുക, സാധ്യമാകുന്ന നിലക്കുള്ള വീട്ടിലെ ജോലികളിലെ ഷെയറിംഗ്, ഭാര്യമാർക്ക് സഹായങ്ങൾ നൽകുക, ജോലികൾ പകുത്തു നൽകുക. അതുകൊണ്ടൊന്നും നമ്മുടെ എന്തെങ്കിലും ഒരു സ്ഥാനത്തിന് ഇടിവ് സംഭവിച്ചു പോകില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, അവിടുന്ന് വസ്ത്രങ്ങൾ അലക്കുമായിരുന്നു, ആടിലെ കറക്കുമായിരുന്നു, ഭക്ഷണം തയ്യാറാക്കുമായിരുന്നു. ഹദീസിൽ നമുക്ക് കാണാം. ആ നിലക്ക് കുടുംബത്തെ സഹായിക്കാൻ നമ്മുടെ സായാഹ്നങ്ങളും രാത്രി സമയങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അപ്പോൾ തീർച്ചയായും കുട്ടികളുടെ പഠനത്തിലൊക്കെ പുരോഗതി ഉണ്ടാകും. അതുപോലെ തന്നെ രാത്രിയെ അൽ അഷാഉ ഖബലൽ ഇഷാ എന്ന് അറബിയിലൊരു പ്രയോഗമുണ്ട്. രാത്രി ഭക്ഷണം അത് ഇഷായിന് മുന്നേ എന്നത്. പ്രത്യേകിച്ചും പ്രകൃതിപരമായി ശാരീരിക ശാസ്ത്രപരമായും രാത്രി ഭക്ഷണം നേരത്തെ ആക്കുന്നത് വളരെ നല്ലതാണ്. നേരെ മറിച്ച് ശീലിച്ചു വരുന്ന പുതിയ നമ്മുടെ സംസ്കാരം നമുക്കറിയാം. പടിഞ്ഞാറൻ സംസ്കാരം ലോകത്തിന് നൽകിയതിൽപ്പെട്ട പ്രധാനപ്പെട്ട വൃത്തികേടുകളിൽ ഒന്നാണ് പബ്ബ്, ക്ലബ്ബ് സംസ്കാരം എന്നത്. സജീവമാകുന്ന രാത്രികൾ, എത്ര വൈകിയാലും സജീവമായിക്കൊണ്ടിരിക്കുന്ന രാത്രികൾ പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. വേശ്യാലയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, മദ്യശാലകൾ നിറഞ്ഞു നിൽക്കുന്ന പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് സജീവമായ രാത്രിയിലെ അങ്ങാടികൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കുടുംബസമേതം പുറത്തു പോവുക, 1 മണി 2 മണി 3 മണി എത്ര മണി വരെയും പുറത്ത് ചെലവഴിക്കുക. രാത്രി സജീവമാവുക, പുറത്ത് വീട്ടിനുള്ളിലല്ല, ആരാധനകളിലല്ല, ദിക്റിലല്ല, ശുക്റിലല്ല, പിന്നെ വേണ്ടാത്തരങ്ങളിൽ. മാറ്റത്തിന് തിരികൊളുത്താൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ രാത്രിയെ നമുക്ക് നഷ്ടപ്പെടുത്തുന്നതാണ് എപ്പോഴും സൂചിപ്പിക്കാറുള്ള പോലെ അമിതമായ നമ്മുടെ മൊബൈൽ ഉപയോഗം, നമ്മുടെയും നമ്മുടെ ഇണകളുടെയും നമ്മുടെ കുട്ടികളുടേതുമെല്ലാം. ഇശാ നമസ്കാരത്തിന് ശേഷം അതിലൊരു പരിധി വെക്കാൻ നമ്മൾ ശീലിക്കുക. ഇല്ലെങ്കിൽ അനിയന്ത്രിതമായി സമയം മുന്നോട്ടു പോയി ഉറക്കനും ഖുർആൻ പാരായണത്തിനും ഇബാദത്തിനും ദിക്റിനും ഉപയോഗപ്പെടുത്തേണ്ടുന്ന സമയമാണ്. അത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോവുക. അതോടൊപ്പം തന്നെ ദമ്പതികൾ പകൽ സമയം ജോലി തിരക്കിലാണ്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, സ്ത്രീകൾ പ്രത്യേകിച്ചും പുറത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഡബിൾ റോൾ നിർവഹിക്കുന്നവരുമാണ്. വീട്ടിൽ വന്നാലും വീണ്ടും ജോലിയാണ്. ദാമ്പത്യത്തിന്റെ പങ്കുവെക്കലിന് കുടുംബജീവിതത്തിൽ വലിയ പങ്കുണ്ട്. സന്തോഷത്തിന്റെ വർധനവും ദുഃഖത്തിന്റെ ലഘൂകരണവും നടക്കണമെങ്കിൽ എന്ത് വേണം? ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കണം, പങ്കുവെക്കണം, കുട്ടികളുടെ കാര്യം സംസാരിക്കണം, കുടുംബത്തിന്റെ കാര്യം സംസാരിക്കണം, ക്ഷേമങ്ങളും ഐശ്വര്യങ്ങളും പങ്കുവെക്കുന്ന ഒരവസ്ഥ വരണം. പക്ഷേ നമ്മുടെ കുടുംബജീവിതത്തിൽ ഇന്നതിന് സമയം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലേ? രാത്രി സമയം കുറച്ചു നേരമെങ്കിലും ഒന്ന് അടുത്തിരുന്ന് പരസ്പരം തലോടി, പരസ്പരം ആശ്വസിപ്പിച്ച്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷയങ്ങൾ, കുടുംബകാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, ദീനീ കാര്യങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് സമയം കിട്ടുന്നുണ്ടോ? നമ്മൾ ചോദിച്ചു നോക്ക്. ഒരു മാറ്റം നമുക്ക് സാധ്യമല്ലേ? മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ കൃത്യമായ നിലക്കുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്ക് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാ? അലാറം വെച്ചിട്ടല്ല. മൊബൈലിലെ നമ്മുടെ ക്ലോക്കിലെ അലാറങ്ങൾ ഓഫാക്കി നമ്മൾ കിടക്കുന്നവരാകും. ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യപ്പോ നാളെ രാവിലെ ഇന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പുറപ്പെടണം, നമ്മൾ ഒരിക്കലും ഉറങ്ങിപ്പോകില്ല. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഒരു ടൂർ പോകുന്നുണ്ടെങ്കിൽ അന്നത്തെ രാവിലെ ഉറങ്ങിപ്പോകില്ല. കാരണം അവിടെ അവരുടെ ബയോളജിക്കൽ ക്ലോക്ക് വർക്ക് ചെയ്യും. ഞാൻ ഉറങ്ങിപ്പോയാൽ എൻ്റെ ഈ അവസരം നഷ്ടപ്പെടും. എന്നാൽ തഹജ്ജുദിന്റെ കാര്യത്തിൽ, ഇബാദത്തുമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ അങ്ങനെ സ്വയം മനസ്സിന്റെ ഒരു ക്ലോക്ക് വർക്ക് ചെയ്തിട്ട് ഉണർന്നെഴുന്നേൽക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് സാധിക്കാതെ പോകുന്നത്? നമ്മുടെ മനസ്സിനെ ആ രൂപത്തിൽ ഈ വിഷയത്തോടുള്ള സ്നേഹവും ഇഷ്ടവും പഠിപ്പിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ്. അതിന് ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്ത്? അംഗസ്നാനം, വുളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വുളൂ ചെയ്തുകൊണ്ട് ഒരാൾ രാത്രി ഉറങ്ങാൻ കിടന്നാൽ അവന്റെ സമീപത്ത് നിന്നുകൊണ്ട്
മലക്ക് നേരം പുലരുന്നവരെ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് യൂട്യൂബിലെ വൃത്തികെട്ട ഒരു രംഗം, അത് കേൾക്കുന്ന ആ പാട്ട് ആസ്വദിക്കുന്ന ഇയർഫോണുകൾ ചെവിയിൽ കുത്തിവെച്ച് അങ്ങനെ ആ കിടത്തത്തിൽ അങ്ങനെ മയങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എവിടെയാ സഹോദരങ്ങളെ രാവിലെ നേരത്തെ ഉണർന്നെഴുന്നേൽക്കാൻ നമ്മുടെ മനസ്സിന് സാധിക്കുക? എവിടുന്നാ അതിന് പടച്ചോനുള്ള തൗഫീക്ക് നമുക്കുണ്ടായിത്തീരുക? അടുത്ത പ്രഭാതത്തിൽ പുത്തൻ ഉണർവോടുകൂടി ഒരു പുതിയ ദിനത്തെ സ്വാഗതം ചെയ്യാൻ എങ്ങനെയാണ് നമുക്ക് സാധ്യമായി തീരുക? അവിടെയാണ് ഉറങ്ങാൻ പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വുളു ചെയ്തുകൊണ്ടുള്ള ഉറക്കിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഫാസ്റ്റ് ഫുഡുകളുടെ ഈ ലോകത്ത് ഭക്ഷണത്തിലൊക്കെ അല്പമൊക്കെ സൂക്ഷ്മത പാലിച്ച് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ക്രമീകരണം നടത്തി റഹ്മാനായ നാഥൻ പകലെനിക്ക് അധ്വാനമുണ്ട്, കുടുംബത്തെ നിവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിനിടയിൽ ഇബാദത്തിന് എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയിട്ടില്ല, ഖുർആൻ പഠനത്തിനും പാരായണത്തിനും സമയം കിട്ടിയിട്ടില്ല, വീട്ടിലെ ജോലി തിരക്കിനിടയിൽ ഒരു കുടുംബിനി എന്നുള്ള നിലക്ക് വേണ്ടത്ര എനിക്ക് സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്റെ രാത്രി ഞാൻ ഉപയോഗപ്പെടുത്തണം എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ആ രാത്രിയുടെ പ്രത്യേകത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അടിമയെ സ്നേഹിക്കുന്നവനായ റബ്ബ് റഹ്മാനാണവൻ, റഹീമാണവൻ. അവന്റെ കാരുണ്യത്തിന്റെ 100-1 മാത്രമാണ് ഈ ലോകത്ത് അവൻ വിധാനിച്ചിട്ടുള്ളത്. അതുപോലും പക്ഷിമൃഗാദികൾക്കിടയിൽ അവയുടെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹപ്രകടനം നമ്മൾ കാണുന്നതാണ്. അള്ളാഹു അവന്റെ കാരുണ്യം വീതിച്ചതിൽ 100-1 മാത്രമാണത്. ആ റഹ്മാനായ റബ്ബ് യൻസിലു റബ്ബുനാ കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹൈന യബ്ഖി സുലുസുൽ ലൈലിൽ ആഖിർ. രാത്രിയുടെ 1/3 ബാക്കിയാകുന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഭൂമിയിലേക്ക് നോക്കിയിട്ട് അവൻ പറയും, ചോദിക്കൂ ഞാൻ നൽകാം, പ്രാർത്ഥിക്കൂ ഞാൻ ഉത്തരം നൽകാമെന്ന്. അതുകൊണ്ടാണ് അത് ഉൾക്കൊണ്ട മുഅ്മിനുകളുടെ സ്വഭാവം അള്ളാഹു പഠിപ്പിക്കുന്നു. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദഊന റബ്ബഹും ഖൗഫൻ വതമഅ. കിടക്കപ്പായകളിൽ നിന്ന്, ബെഡുകളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അങ്ങനെ ഉയരും. ഭയത്തോടെ, പ്രതീക്ഷയോടെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിൽ നിന്ന് ഉയർന്നുകൊണ്ട് പടച്ചോനോട് ദുആ നടത്തുന്ന അടിമ നാളെ സ്വർഗം കൺമുമ്പിൽ കാണാൻ ഭാഗ്യം ലഭിക്കുന്നവനാണ്. അള്ളാഹു ആ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗവാസികളുടെ പ്രത്യേകത പറഞ്ഞടുത്ത് അല്ലാഹു പറഞ്ഞു, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രിയിൽ കുറച്ചു മാത്രം ഉറങ്ങുക, അതുപോലെ അസ്ഹാറുകളിൽ രാത്രിയുടെ അവസാന യാമങ്ങളിൽ ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചന പ്രാർത്ഥന, സ്വർഗപ്രവേശനം, സ്വർഗീയ സൗഭാഗ്യം ലഭിക്കാനുള്ള കാരണങ്ങൾ അല്ലാഹു എണ്ണിപ്പറയുകയാണ്. രാത്രി സമയം ഖുർആൻ ഒത്തുകൊണ്ട് സജീവമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞ ഒരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും ഹദീസിൽ. പകലിൽ നിങ്ങളുടെ പലരുടെയും താമസ സ്ഥലം എനിക്കറിയില്ല, പക്ഷേ രാത്രിയിൽ എന്റെ യാത്രക്കിടയിൽ നിങ്ങളുടെ വീടുകൾ എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാ അള്ളാന്റെ റസൂൽ പറഞ്ഞത്. നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്, നിങ്ങളുടെ വീട് പകൽ എനിക്കറിയില്ല, പക്ഷെ രാത്രി ഞാൻ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുകൂടി പോകുമ്പോ ഇത് ഇന്നയാളുടെ വീടാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയാ? ഓരോ സഹാബിയുടെയും ഖുർആൻ പാരായണത്തിന്റെ ശബ്ദത്തിലൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞു. അതിനർത്ഥം എന്താ? മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ രാത്രി അതിലെ പോകുന്ന ആളുകൾ കേൾക്കത്തക്ക വിധത്തിൽ ആ വീടുകളിൽ നിന്ന് അള്ളാഹുവിന്റെ കലാമിന്റെ പാരായണം നടക്കുന്നതാണ് രാത്രിയിലെ ഖുർആൻ പാരായണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഖറഅ 10 ആയാത്തിൻ ഫീ ലൈല ലം യുക്തബ് മിനൽ ഗാഫിലീൻ. സുബ്ഹാനല്ലാഹ്. 10 ആയത്ത് ഒരു രാത്രിയിൽ നിങ്ങൾ ഓതിയാൽ ഒരിക്കലും നിങ്ങൾ ഗാഫിലീങ്ങളിൽ നിങ്ങളുടെ പേരെഴുതപ്പെടില്ല. ആരാണ് ഗാഫിൽ? അശ്രദ്ധവാൻ, ഹൃദയം കടുത്തുപോയി, പടച്ചോനെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ഒരു ശ്രദ്ധയില്ലാത്ത ഗാഫില്. അങ്ങനെ ആ ഗാഫിൽ നമ്മുടെ പേര് പെട്ടുപോകൽ ദൗർഭാഗ്യമാണ്. അതിന് രക്ഷപ്പെടുന്നത് രാത്രിയിൽ ഒരു 10 ആയത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ റസൂലിന്റെ വാക്കാണ്. മറ്റൊരു റിവായത്തിൽ മൻ ഖാമ എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ആയത്ത് ഓതി നിസ്കരിക്കുക എങ്കിൽ ഗാഫിലിങ്ങളിൽ പേരെഴുതപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. മറ്റൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു വൽ ഖുർആൻ യശ്ഫഅനി ലിൽ അബ്ദ് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അടിമക്ക് വേണ്ടി സാക്ഷി പറയും 2 കാര്യങ്ങൾ, ഒന്ന് നോമ്പും മറ്റൊന്ന് ഖുർആനും. യഖൂലു സിയാം ഐ റബ്ബി മനഅതുഹു തആം വശഹവാതിൻ ബിന്നഹാർ ഫശഫഅനി ഫീ. അല്ലാഹുവിനോട് നോമ്പ് പറയും, അവന്റെ പകലിലെ ഭക്ഷണവും
അതേപോലെ തന്നെ അവന്റെ ആഗ്രഹങ്ങളിൽ തടഞ്ഞു വെച്ച് ഞാനാണ് അവന്റെ കാര്യത്തിൽ ഞാൻ ശുപാർശ പറയട്ടെയോ? വയഖൂലുൽ ഖുർആൻ മനഅതുഹു നൗം ബില്ലൈൽ. ഖുർആൻ വന്നിട്ട് അള്ളാഹിനോട് സാക്ഷി പറയുന്ന രാത്രിയിലെ അവന്റെ ഉറക്കത്തെ ഞാൻ തടഞ്ഞു എന്ന്. ഇങ്ങനെ നമ്മളെക്കുറിച്ച് പരലോകത്ത് ഖുർആൻ സാക്ഷി പറയുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത് എന്ന് സ്വന്തം ഹൃദയത്തോട് നമ്മൾ ചോദിക്കുക. അവന്റെ ഉറക്കം വൈകാൻ ഞാൻ കാരണമായിട്ടുണ്ട്. എന്റെ പാരായണം ഖുർആനിലെ ആയത്തുകളിലൂടെ സഞ്ചരിച്ചത് കാരണം അവൻ ഉറങ്ങാൻ വൈകി എന്ന് പരലോകത്ത് ഖുർആൻ എന്നെയും നിങ്ങളെയും കുറിച്ച് പറയുന്നൊരവസ്ഥയിൽ അള്ളാഹുവിന്റെ കലാമുമായി രാത്രിയെ സജീവമാക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ സ്വന്തത്തോട് ചോദിക്കുക. മറ്റൊരു റിവായത്തിൽ കാണാം, മൻ ഹാഫള അലാ ഹൗലാഇ സ്വലവാത്തിൽ മക്തൂബാത്ത് ലം യുക്തബ് മിനൽ ഗാഫിലീൻ. നേരത്തെ പറഞ്ഞ 10 ആയത്ത് അത് നമസ്കാരത്തിൽ കാത്തു സൂക്ഷിച്ച് അത് പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാഫിലിങ്ങളിൽ പെടില്ല എന്ന് പറഞ്ഞതിന് കൂടെ റസൂൽ പറഞ്ഞു, വമൻ ഖറഅ ലൈലതൻ മിഅത ആയ കുതിബ മിനൽ ഖാനിതീൻ. 10 പകരം 100 ആയത്ത് രാത്രി ഓതിയിട്ടുണ്ടെങ്കിൽ അവൻ ഖാനിതീങ്ങളിൽ അവന്റെ പേര് രേഖപ്പെടുത്തപ്പെടും. ആരാണ് ഖാനിത്? അങ്ങേയറ്റം സമർപ്പണം നടത്തിയവൻ. വേറൊരു റിവായത്തിൽ എണ്ണം പറഞ്ഞിടത്ത് 1000 ആയത്തുകൾ എന്ന് പറഞ്ഞു. കുതിബ മിനൽ മുഖന്തരീൻ. മുഖന്തരീങ്ങളിലാണവൻ. എന്താണ് അത്? ഖിൻതാർ എന്ന് പറഞ്ഞാൽ അളവ് കണക്കാക്കാൻ പറ്റാത്ത 1000 ആയത്ത് 2 ജുസ് രാത്രി ഓതാൻ കഴിഞ്ഞാൽ അവന്റെ നാമം അല്ലാഹു രേഖപ്പെടുത്തുന്നത് മുഖന്തരീങ്ങളിലാണ്. കണക്കും അളവും പറയാൻ പറ്റാത്ത പ്രതിഫലം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. അഥവാ വിശുദ്ധ ഖുർആനുമായി രാത്രിയിൽ എത്ര നേരം നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടോ അതിനനുസരിച്ച് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ നമ്മുടെ ദറജ ഉയരുന്നു എന്നർത്ഥം. അതുകൊണ്ടൊരു മാറ്റം ജീവിതത്തിൽ ആവശ്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ അമിതമായി കവർന്നെടുക്കുന്ന നമ്മുടെ സമയം തിരിച്ച് റബ്ബിന് നൽകാൻ നമ്മൾ തയ്യാറാകണം. അതിൽ നിന്ന് ആവശ്യമായ ഓഹരി ഇണക്ക് നൽകാൻ, മക്കൾക്ക് നൽകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം നന്നാകും, കുടുംബ സംവിധാനം നന്നാകും, മക്കളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടും, ദീനീപരമായ നമ്മുടെ നിലവാരമേറെ ഉയരും. അതിനു പകരം നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളാണെങ്കിൽ രാത്രിയെ നഷ്ടപ്പെടുത്തുന്ന ദീർഘമായ സമയം മൊബൈലുമായി അല്ലെങ്കിൽ പുറത്തു കറങ്ങി അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകി ഫലപ്രദമായ രാത്രിയുടെ വേള നഷ്ടപ്പെട്ടാൽ നാളെ പടച്ചവന്റെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ ഖേദിക്കേണ്ടി വരും. സഹാബത്ത് ചെയ്ത പോലെ വീടുകളെ രാത്രിയിൽ തിരിച്ചറിയാൻ സാധ്യമാകുന്ന വിധത്തിൽ നമ്മുടെ വീടുകളെ നമ്മുടെ ഖുർആൻ പായരാണ് വറത്തിലിൽ ഖുർആന തർത്തീലാന്നതാണ്. അതിൻ്റെ സ്വരമാധുരിയോടുകൂടിയുള്ള പാരായണം, അതിൽ ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. രാത്രി നമസ്കാരം, അതിൽ ആസ്വാദനം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. നമുക്ക് റബ്ബിനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് തുറന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ റബ്ബുമായി ഒറ്റക്കിരുന്ന് നേർക്ക് നേരെ അഭിമുഖ സംഭാഷണം നടത്താനുള്ള ശാന്തമായ സമയം. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രകൃതി മുഴുവൻ ശാന്തത നിഴലിച്ചു നിൽക്കുന്ന സന്ദർഭം ഹൃദയം കൊണ്ട് പടച്ചോനായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുക, അത് വലിയൊരു സൗഭാഗ്യമാണ്, പ്രതിഫലാർഹമാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഗണ്യമായ സമയം, സജീവമായ രാത്രി, ഉറക്കിന്റെ സമയം ഉറക്കിനു വേണ്ടി നീക്കിവെക്കുക. കാരണം അതും നാളെയുടെ ദിവസത്തിലെ സജീവതക്ക് അനിവാര്യമാണ്. ആ നിലക്ക് കൃത്യമായൊരു പ്ലാനിങ്, ജീവിതം നഷ്ടമാകാത്ത വിധത്തിൽ സജീവമായ രാത്രികളുള്ള ആ വിധത്തിലുള്ള ഫലപ്രദമായ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. സൂറത്ത് ഫുർഖാനിലെ 62-ാമത്തെ ആയത്തിൽ അല്ലാഹു സൂചിപ്പിച്ച ദിക്റും ശുക്റും, അതിനുവേണ്ടി നമ്മുടെ രാത്രികളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ നാഥൻ നമുക്കതിനുള്ള ഈമാനും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى الله على النبي وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളെയും ക്രമപ്പെടുത്താൻ പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനുള്ള ഈമാനും തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ രാത്രിയിലുള്ള പാരായണം മലക്കുകളുടെ സാന്നിധ്യത്തിന് കാരണമായി തീരുന്നതാണ്. നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നേർക്കുനേരെ കാണാൻ സാധ്യമാകില്ലെങ്കിലും അവരുടെ സാന്നിധ്യത്തിലൂടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമെന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ
ഉസയ്യ് ഇബ്നു ഖുലൈർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൂടുതൽ പരാമർശിക്കപ്പെടുന്നത് ഖുർആൻ പാരായണത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വരമാധുരി കാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് അദ്ദേഹം തന്റെ ഒരു അനുഭവം പരാമർശിക്കുന്നത് കാണാം. തന്റെ കുതിരയെ ബന്ധിച്ചുകൊണ്ട് സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരുന്ന സന്ദർഭം. വേറെ ചില റിവായത്തിൽ സൂറത്തുൽ കഹ്ഫാണെന്നും പറയുന്നുണ്ട്. അല്ലാഹു അഅലം. അദ്ദേഹത്തിന്റെ കുട്ടി കുതിരയുടെ സമീപത്ത് തന്നെയുണ്ട്. പാരായണം മുന്നോട്ട് പോയപ്പോൾ കുതിര വെപ്രാളപ്പെട്ടുകൊണ്ട് ചാടാൻ തുടങ്ങുന്നു. പാരായണം നിർത്തുമ്പോൾ കുതിര ശാന്തമാകുന്നു. വീണ്ടും പാരായണം നടത്തുമ്പോൾ കുതിര ചാടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത പ്രഭാതമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്ന് ഈ വിഷയം സൂചിപ്പിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ പാരായണം നിർത്തി മേൽപോട്ട് നോക്കിയപ്പോൾ എന്തോ തണലുള്ള പോലെ എനിക്ക് അനുഭവപ്പെട്ടു. മേഘപാളികൾക്കിടയിൽ ഒരു പ്രകാശം പോലെ ഞാൻ കണ്ടു. പക്ഷെ അത് ഉയർന്നുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ തുടരണം, പാരായണം തുടരണം. താങ്കൾ ആ സാക്ഷ്യം വഹിച്ചത് മലക്കുകളാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന്റെ സന്ദർഭത്തിൽ മലക്കുകൾ സന്നിഹിതമാകുമെന്നുള്ളതാണ് ഉസയ്യ് ഇബ്നു ഖുലൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം മുന്നിൽ വെച്ചുകൊണ്ട് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നത്. മഹാനായ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലും സമാനമായ സംഭവം ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ നമ്മുടെ വീടുകളിൽ വരും. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പ്രത്യേകമായ പ്രകാശം, മസ്വാബീഹ്, വിളക്കുകളുള്ള പോലെ തോന്നിയത് കണ്ടിട്ട് സഹാബികൾ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം സൂറത്തുൽ ബഖറ ഓതിയിട്ടുണ്ടാകും. സഹാബികൾ ചെന്നിട്ട് സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറ ഓതിയിരുന്ന ആ സമയത്ത്? അതേന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. ആ വിളക്കുകൾ പോലെ തോന്നിച്ചത് എന്താണ്? മലക്കുകളുടെ സാന്നിധ്യമാണ്. നമ്മുടെ വീട്ടിൽ അനുഗ്രഹത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമാണ് രാത്രിയിലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ടുണ്ടാവുക. അതുകൊണ്ട് അതൊരു ജീവിതശീലമാക്കുക. മക്കള് പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിന്റെ ഓത്തുകൊണ്ട് തുടങ്ങുകയും ശേഷിക്കുന്ന സമയം വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിനു വേണ്ടി വീണ്ടും ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ, ഹിഫ്ളിനു വേണ്ടി അതിനെ ഉപയോഗിക്കുന്ന വിധത്തിൽ മക്കളുടെ കാര്യത്തിലും രാത്രിയെ നമ്മൾ സജീവമായി അവരെ പരിശീലിപ്പിക്കുക. ആ വിധത്തിൽ അള്ളാഹുവിന്റെ കലാമുമായി അമലു സാലിഹാത്തുമായി ബന്ധപ്പെടാൻ, ജീവിതത്തിലെ കൃത്യമായ നന്മകൾ പരിശീലിക്കാനുള്ള സന്ദർഭമായി രാത്രി ഉപയോഗപ്പെടുത്തുകയും രാത്രിയുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന എല്ലാ ഷർറുകളിൽ നിന്നും അള്ളാഹുവിനോട് നാം രക്ഷ ചോദിക്കുകയും ചെയ്യുക. റഹ്മാനായ നാഥന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള അർഹത നമുക്കുണ്ടായിത്തീരണം. നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഇറങ്ങണമെങ്കിൽ ആ ബർക്കത്ത് ലഭിക്കത്തക്ക വിധത്തിലുള്ള സാഹചര്യമാകണം നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ടത്. അവിടെ ഹറാമുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഹറാമുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഹറാമുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാകുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള ബർക്കത്ത് ലഭിക്കാൻ അത് തടസ്സമായി തീരും. അതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം നാം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സമീപ സ്ഥലത്തുള്ള ഒരു സഹോദരൻ ക്യാൻസർ രോഗത്തിന് വിധേയമായി അദ്ദേഹം ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു സഹോദരന്റെ പ്രയാസം നിങ്ങൾ നീക്കിയാൽ അന്ത്യദിനത്തിൽ നിങ്ങളുടെ പ്രയാസം അല്ലാഹു നീക്കുമെന്ന് റഹ്മാനായ റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് രോഗ ചികിത്സ നമുക്കറിയാം. അതുകൊണ്ട് അക്കാര്യത്തിൽ കാര്യമായ സഹായമുണ്ടായിത്തീരണം. അതോടൊപ്പം തന്നെ നാം മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ച പോലെ, നിങ്ങൾക്കറിയാവുന്ന പോലെ ഫലസ്തീനിന്റെ മണ്ണിൽ നമ്മുടെ സഹോദരങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ റഹ്മാനായ റബ്ബിന്റെ പരീക്ഷണം. നമ്മുടെ പ്രാർത്ഥന ഏത് സന്ദർഭത്തിലും നമ്മുടെ ആ വിശ്വാസികളായ സഹോദരങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കണം. റഹ്മാനായ നാഥൻ എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലുണ്ട്. എല്ലാവരുടെയും രോഗങ്ങളെ നീ സുഖപ്പെടുത്തണമേ നാഥ. സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലുണ്ട്. നിന്റെ മഹത്തായ ഫളലുകൊണ്ട് എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിക്കണമേ റഹ്മാനെ. ഞങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലേറെ കഷ്ടപ്പെട്ടവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ. അവരിൽ പലരും ഇന്ന് മണ്ണിനടിയിലാണ്. അവരുടെ ഖബറിടം നീ അവർക്ക് വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ, ഞങ്ങളുടെ തൊഴിലുകളിൽ നീ ഞങ്ങൾക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്.
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اجعل القرآن ربيع قلوبنا يا رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.